ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 27 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ടാക്സി സർവീസുമായി കേന്ദ്രം. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ടാക്സി സർവീസ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെയും ദേശീയ ഇ ഗവേണൻസ് ഡിവിഷന്റെയും കീഴിലാണ് ഭാരത് ടാക്സി ആരംഭിക്കുക. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെയും ദേശീയ ഇ ഗവേണൻസ് ഡിവിഷന്റെയും കീഴിലാണ് ഭാരത് ടാക്സി ആരംഭിക്കുക. 2025 ഒക്ടോബറിൽ മലയാളത്തിന്റെ പ്രിയ കവി വയലാറിന്റെ എത്രാം ചരമവാർഷികമാണ് ആചരിച്ചത്? 50. 2025 ഒക്ടോബറിൽ മലയാളത്തിന്റെ പ്രിയ കവി വയലാറിന്റെ എത്രാം ചരമവാർഷികമാണ് ആചരിച്ചത്? 50ാം ചരമവാർഷികം. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം പറയുന്ന മാൻ ഓഫ് ദി സ്റ്റീൽ സർദാർ ഒക്ടോബർ 31 റിലീസ് ചെയ്യും. പട്ടേലിന്റെ 150ാം ജന്മശതാബ്ദി ദിനത്തിൽ റിലീസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം പറയുന്ന മാൻ ഓഫ് സ്റ്റീൽ സർദാർ ഒക്ടോബർ 31 റിലീസ് ചെയ്യും. പട്ടേലിന്റെ 150ാം ജന്മശതാബ്ദി ദിനത്തിൽ റിലീസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഹിന്ദി, ഗുജറാത്തി ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങും. വേദിഷ് സവാരിയാണ് പട്ടേലിനെ അവതരിപ്പിക്കുന്നത്. സംവിധാനം മിഹിർ ബൂദ. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടക്കുന്ന ഏഷ്യ പസഫിക് വിമാന അപകട അന്വേഷണ സമിതി യോഗത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടക്കുന്ന ഏഷ്യ പസഫിക് വിമാന അപകട അന്വേഷണ സമിതി യോഗത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹി. പ്രശസ്ത ചൈനീസ് ശില്പി യുവാൻ ഷിക്വിൻ നിർമ്മിച്ച രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ അനാച്ഛാദനം ചെയ്തു. പ്രശസ്ത ചൈനീസ് ശില്പി യുവാൻ ഷിക്വിൻ നിർമ്മിച്ച രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ അനാച്ഛാദനം ചെയ്തു. ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യത്തിന്റെ പ്രചാരണം ലക്ഷ്യമിട്ട് സംഗമം എന്ന പേരിൽ സ്ഥാനപതി കാര്യാലയം സംഘടിപ്പിച്ച സിംബോസിയത്തിന്റെ ഭാഗമായാണ് പ്രതിമ സ്ഥാപിച്ചത്. ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യത്തിന്റെ പ്രചാരണം ലക്ഷ്യമിട്ട് സംഗമം എന്ന പേരിൽ സ്ഥാനപതി കാര്യാലയം സംഘടിപ്പിച്ച സിംബോസിയത്തിന്റെ ഭാഗമായാണ് പ്രതിമ സ്ഥാപിച്ചത്. 2025 ഒക്ടോബറിൽ ബുറെ വെസ്റ്റ്നിക് ക്രൂസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. 2025 ഒക്ടോബറിൽ ബുറെ വെസ്റ്റ്നിക് ക്രൂസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയാണ് മൻ കി ബാത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത്. ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് വില്ലോ. ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാമത്തെ അംഗരാജ്യമാണ് കിഴക്കൻ തിമോർ, തിമോർ ലെസ്റ്റ. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാമത്തെ അംഗരാജ്യം കിഴക്കൻ തിമോർ. 1967 5 രാജ്യങ്ങളുമായി പിറന്ന കൂട്ടായ്മയാണ് ആസിയാൻ. 1999 ശേഷം സംഘടന വിപുലീകരിക്കുന്നത് ഇതാദ്യമായാണ്. അന്ന് കംബോഡിയ ആയിരുന്നു സംഘടനയിൽ ചേർന്നത്.
കിഴക്കൻ തിമൂറിനെ കൂടാതെ ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ലാവോസ്, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, വിയറ്റ്നാം, കംബോഡിയ എന്നിവയാണ് മറ്റ് അംഗരാജ്യങ്ങൾ. അപ്പോൾ ആസിയാൻ 1967 5 രാജ്യങ്ങളായാണ് വന്നത്. 1999 ശേഷം സംഘടന വിപുലീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അന്ന് കംബോഡിയ ആയിരുന്നു സംഘടനയിൽ ചേർന്നത്. കിഴക്കൻ തിമൂറിനെ കൂടാതെ നിലവിൽ ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ലാവോസ്, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, വിയറ്റ്നാം, കംബോഡിയ എന്നിവയാണ് മറ്റ് അംഗരാജ്യങ്ങൾ. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.